ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഗ്രീൻ പെപ്പർ 2K23. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയായിട്ടാണ്. അതും വെറും സിമ്പിളായിട്ട് നമുക്ക് മസാലപ്പൊടികളോ മുളക് പൊടിയോ ഒന്നും ചേർക്കാതെ സിമ്പിളായിട്ട് ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന വെളിച്ചെണ്ണയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഓയിൽ യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും. അതിന് ശേഷം കടുക് ഇട്ടിട്ടുണ്ട്. കടുക് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. മെഴുക്കുവരട്ടിയായതുകൊണ്ട് ഓപ്ഷനിലാണ്, കടുക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇതിപ്പം ഞാൻ ഒരു 3-4 വെളുത്തുള്ളിയും ഒരു വലിയ സവാളയല്ല, ഒരു മീഡിയം സൈസ് സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വെളുത്തുള്ളി ഞാൻ തൊലി കളയാതെ ഇങ്ങനെ ജസ്റ്റ് കുത്തി എടുത്തിട്ടുണ്ട്. സവാള ഈ നീളത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ വെളുത്തുള്ളി ഇട്ടതിന് ശേഷം ഒന്ന് റോസ്റ്റ് ചെയ്യുക. വെളുത്തുള്ളി അത്യാവശ്യം ഒന്ന് റോസ്റ്റായി, ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ കളർ ആവണ്ട. എന്നാൽ അത്യാവശ്യം അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം മാത്രമേ നമ്മൾ സവാള ചേർക്കാൻ പാടുള്ളൂ. ഇപ്പം വെളുത്തുള്ളി നിങ്ങൾക്ക് തൊലി കളയണമെങ്കിൽ തൊലി കളയാം. ഞാൻ തൊലിയോട് ഇട്ടിരിക്കുന്നത് കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ സവാള ഞാൻ ഇടുന്നുണ്ട്. സവാള ഇട്ടതിന് ശേഷം അത്യാവശ്യം നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലിപ്പം ദാണ്ട് ഈ ഒരു രീതിക്കാണ് ഞാൻ ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. നീളത്തിന് അരിഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിൽ തന്നെയാണ് ഞാൻ ഉരുളക്കിഴങ്ങ് ഇട്ട് വെച്ചിരിക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് കറുത്തു. അപ്പം കഴുകിയിട്ട് ഞാൻ വെള്ളത്തിൽ തന്നെയാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതൊരു അരിപ്പയ്ക്ക് തന്നെ വെള്ളത്തിൽ മുക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എടുക്കാൻ എളുപ്പമല്ലേ. അപ്പം ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർക്കുക. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് വഴറ്റുക. അതായത് സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർക്കുക. അത് കഴിഞ്ഞ് ഉരുളക്കിഴങ്ങ് ചേർത്തതിന് ശേഷം ബാലൻസ് ഉപ്പ് ചേർക്കുക. ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴാണ് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർക്കുന്നത്. ഒരുപാട് അങ്ങോട്ട് നമ്മൾ സവാള റോസ്റ്റാക്കി എടുക്കുന്നില്ല. വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും, ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ ഉരുളക്കിഴങ്ങ് ഇതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഈ ഉരുളക്കിഴങ്ങിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. ഉരുളക്കിഴങ്ങിന് ആവശ്യമായിട്ടുള്ള ഉപ്പൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഇതിനകത്തോട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ അല്ലാണ്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഇതിലോട്ടിപ്പം നമ്മൾ ആവശ്യത്തിനുള്ള കറിവേപ്പില ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തൊരു 3-4 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കുക്ക് ചെയ്ത് കിട്ടും. അതിനുശേഷം ഒന്ന് റോസ്റ്റാക്കി എടുത്തു കഴിഞ്ഞാൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. സിമ്മിലിട്ടിട്ട് വേണം ഇത് അടച്ച് വെക്കാൻ, അല്ലെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. അല്ലെന്നുണ്ടെങ്കിൽ അടി കട്ടിയുള്ള പാൻ എടുക്കണം, നോൺ സ്റ്റിക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ. കണ്ടോ, ഇപ്പോൾ ഏകദേശം ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മളിനി ഇതൊന്ന് റോസ്റ്റാക്കി എടുത്താൽ മാത്രം മതി. ഇതിന് നമ്മൾ എക്സ്ട്രാ വെള്ളം ചേർക്കുകയോ മസാല ചേർക്കുകയോ അങ്ങനെയൊന്നുമില്ല. ഇതിൽ നമ്മൾ കുരുമുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ, അല്ലാതെ മുളക് പൊടിയോ ഒന്നും ചേർക്കുന്നില്ല. കുരുമുളക് പൊടി ചേർത്തിട്ട് നമ്മൾ മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത്. കാരണം ഈ ഒരു രീതിക്ക് ഒന്ന് റോസ്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ 1/2 സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ലേശം ഗരം മസാല കൂടെ, അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. വേണമെങ്കിൽ ചേർത്താൽ മതിയാവും. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി കൊടുക്കുക. നമ്മുടെ കിടിലൻ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. അത് സിമ്പിളായിട്ട് വേറെ മസാലകളോ ഒന്നും ചേർക്കാതെ തന്നെ നമുക്കിത് ഉണ്ടാക്കാം. അത് ലഞ്ച് ബോക്സിനൊക്കെ കൊണ്ടുപോകാൻ എളുപ്പമാണ്. നമുക്ക് രാവിലെ എന്തെങ്കിലും മെഴുക്കുവരട്ടി ഉണ്ടാക്കണമെന്ന് ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.